പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങളും. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലൂടെ വലിയ നോമ്പിന്റെ ഈ കാലയളവിൽ അസാൻമാർഗികത, അശുദ്ധി, ദുർവിചാരങ്ങൾ, അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം മുതലായവ വർജിച്ച് പഴയ മനുഷ്യനെ അവൻ്റെ സകല ചെയ്തികളോടും കൂടെ നിഷ്കാസനം ചെയ്യാനും സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സ്രഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കാനും വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിലൂടെ യേശുവിൻ്റെ ആധികാരികതയെയും അതുല്യ ശക്തിയെയും തൻ്റെ ശിഷ്യരോടുള്ള അവിടുത്തെ അനന്ത സ്നേഹവും കരുതലും അവിടുത്തെ പ്രത്യക്ഷീകരണവുമെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു തിരുവചന ഭാഗമാണിത്. അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം കഴിഞ്ഞ് ശിഷ്യന്മാരെ വഞ്ചിയിൽ മറുകരയുള്ള ബെത്സൈദായിലേക്ക് പോകാൻ പറഞ്ഞിട്ട് യേശു മലമുകളിൽ പ്രാർത്ഥിക്കാനായി പോയി. രാത്രി കാറ്റു പ്രതികൂലമായതിനാൽ ശിഷ്യന്മാർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് യേശു മനസ്സിലാക്കി. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായപ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അതായത് പ്രഭാതത്തോട് അടുക്കാറായപ്പോൾ വെളുപ്പിന് 3 മണി കഴിഞ്ഞ് യേശു കടലിൻ മീതെ നടന്ന് അവരുടെ അടുക്കലെത്തി. യഹൂദർ രാത്രിയെ 3 മണിക്കൂർ വീതമുള്ള 4 യാമങ്ങളായി തിരിക്കുന്നു. 1-ാം യാമം സന്ധ്യയ്ക്ക് 6 മുതൽ 9 വരെയുള്ള സമയം, 2-ാം യാമം രാത്രി 9 മുതൽ 12 വരെയുള്ള സമയം, 3-ാം യാമം 12 മുതൽ 3 മണി വരെ, 4-ാം യാമം വെളുപ്പിന് 3 മുതൽ 6 മണി വരെയുള്ള സമയം. വെളുപ്പിന് 3 മണി കഴിഞ്ഞപ്പോൾ യേശു കടലിൻ മീതെ നടന്ന് അവരുടെ അടുക്കലെത്തി. എന്നാൽ അത് ഒരു ഭൂതമായിരിക്കുമെന്ന് കരുതി അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു നിലവിളിച്ചു. ഉടനെ അവിടുന്ന് അരുളി ചെയ്തു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റു ശമിച്ചു. അവൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെയും തിരുമൊഴികളുടെയും ശക്തി എത്ര വലുതാണെന്ന് ചിന്തിക്കുക. യേശു മലമുകളിലേക്ക് പോയത് അവർ കണ്ടതാണ്. അതുകൊണ്ട് ഈ സമയത്ത് അവരുടെ ക്ലേശം മനസ്സിലാക്കി അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ പരിഭ്രമിച്ചു ഭയന്ന് നിലവിളിച്ചത്. യേശു വഞ്ചിയിൽ കയറിയതും കാറ്റു ശമിച്ചു. അവർ ആശ്ചര്യഭരിതരായി. കാരണം അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിൻ്റെ അന്തരാർത്ഥം അവർ ഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ കഴിവുള്ളവനാണ് അവനെന്നും അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് വിശ്വാസം ഏറ്റുപറഞ്ഞ് വഞ്ചിയിലുണ്ടായിരുന്നവർ കർത്താവിനെ ആരാധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി 14:33. ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നു. നമ്മുടെ പാപം എത്ര വർദ്ധിച്ചാലും പാപത്തിൻ്റെ പരിണിത ഫലമായ വിനകളാൽ നാം വലയേണ്ടി വന്നാലും നമ്മുടെ നാഥന് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് തിരിയാം. നമ്മുടെ ജീവിത തോണിയിൽ അവിടുത്തെ പ്രവേശിപ്പിക്കാം. അവിടുന്ന് അരുളി ചെയ്യുന്നു, ധൈര്യമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. സങ്കീർത്തനം 46:10. സങ്കീർത്തനം 46:10 കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും
തിരുസഭയോടും ചേർന്ന് കർത്താവിൻ്റെ ഈ വചനങ്ങൾ നമുക്ക് നിരന്തരം ധ്യാന വിഷയമാക്കാം. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ സഹായകൻ, ഞങ്ങൾ ഭയപ്പെടുകയില്ല. സക്കറിയ പ്രവാചകനോട് ചേർന്ന് നമുക്കും പറയാം, കർത്താവേ, ഞങ്ങൾ വിമോചിതരാകുന്നത് സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, ദൈവമായ കർത്താവിൻ്റെ ആത്മാവിനാലാണ്. സക്കറിയ 4:7. സക്കറിയ 4:7 പറയുന്നത് പോലെ പ്രവാചകനോട് ചേർന്ന് നമുക്കും വിശ്വസിച്ചേറ്റു പറയാം, കർത്താവേ, ഞങ്ങൾ വിമോചിതരാകുന്നത് സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, ദൈവമായ കർത്താവിൻ്റെ ആത്മാവിനാലാണ്. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ ഈ തിരുമൊഴികൾ ധ്യാനിച്ചുകൊണ്ട് തൃപ്പാദത്തിലായിരിക്കുമ്പോൾ സകല മനുഷ്യരെയും അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. സകലരെയും അങ്ങിലേക്ക് അങ്ങ് ആകർഷിച്ചടുപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ അങ്ങയുടെ ഈ തിരുവചനങ്ങൾ ഓർത്ത് ഞങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. ധൈര്യമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നാഥ, അങ്ങയുടെ ഈ വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. നാഥ, ഈ തിരുവചന ഭാഗങ്ങൾ ഞങ്ങൾ ചിന്താവിഷയമാക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ സകല മനുഷ്യരെയും അങ്ങിലേക്ക് ആകർഷിച്ചടുപ്പിക്കുകയും അങ്ങയുടെ വചനത്താൽ ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നല്ല നാഥ, അങ്ങയുടെ വചനത്തിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് സ്വയം സമർപ്പിച്ചുകൊണ്ട് തൃപ്പാദത്തിലായിരിക്കുവാനും അങ്ങയുടെ സംരക്ഷണത്തിൻ കീഴിൽ ധൈര്യപൂർവ്വം ജീവിക്കുവാനും ഞങ്ങളെയും സകലരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.